ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രജേട്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം പ്രജേട്ടിനെ വലിയ രീതിയിൽ ഇങ്ങനെ ആഘോഷിക്കുന്നതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതിനാൽ തന്നെ ഞാൻ തന്നെ തീരുമാനിച്ചു ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. പ്രജേട്ടിനെ ഒട്ടും അറിയില്ല. അപ്പോൾ വൈകുന്നേരമാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരിക. വലിയ രീതിയിലൊന്നല്ല, ചെറിയ രീതിയിൽ. വൈകുന്നേരം നമ്മുടെ ഫ്രണ്ട്സ് വരും. അത് പ്രജേട്ടിന് ഒട്ടും അറിയില്ല. എല്ലാവരും കൂടി കുറച്ച് നേരം, അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രജേട്ടനും മേയും എഴുന്നേറ്റിട്ടില്ല. രണ്ടാളും ഇപ്പോൾ എന്ത് വന്നാലും നീക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ വഴിയേ കാണാം. ഹായ്, അപ്പം ഞാൻ റെഡിയായി വന്നു. ഇനി നമ്മുടെ ഫസ്റ്റിലെ പരിപാടി എന്ന് പറയുന്നത് പരിപ്പ് അടുപ്പത്ത് വയ്ക്കുക എന്നുള്ളതാണ്. സാമ്പാറിന് വേണ്ടിയിട്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊങ്കലും സാമ്പാറുമാണ്. പ്രജേട്ടിന് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് ഫുഡൊക്കെ. അപ്പോൾ ശരി, പൊങ്കലും സാമ്പാറും തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പരിപ്പ് അടുപ്പത്ത് വെക്കണം. എന്നിട്ട് നമുക്കൊരു കുഞ്ഞി കാട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനും വീക്കുട്ടിയും കൂടി ഒരു ചെറിയ കാട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നുമില്ല, വെറുതെ ഒരു രസം. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ ഉച്ചയ്ക്കൊക്കെ എന്തുണ്ടാക്കും എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരാൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണി ലേറ്റായി നീക്കാൻ ആളാണേ. ഇന്ന് ഓടി വന്നിറക്കുക. എന്താ ഉണ്ണി ഇന്ന് നേരത്തെ നീച്ച്? അത് പറയാൻ വേണ്ടി ഓടി വന്നതാ. അവൾക്ക് അത് ഓർമ്മ ഉണ്ടായിരുന്നു. രാത്രി അത് പറഞ്ഞു കിടന്നാണ്. അതാണ് ഉണ്ണിക്ക് ഓർമ്മ വന്ന് ഓടി. ഉണ്ണി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അല്ലേ ഉണ്ണി? ഇതാ കാട്, ഉണ്ണിയുടെ കാട് കുറേയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ ഉണ്ണി? ഇനി ഉണ്ണിയുടെ കുറച്ചും കൂടി സൃഷ്ടികളും കൂടി ഉണ്ടാവും. ഉണ്ണി അരച്ചോ, എന്നിട്ട് നമുക്ക് അച്ഛൻ വന്നാൽ കൊടുക്കാം. ഇനി നമുക്ക് പൊങ്കൽ ഉണ്ടാക്കാൻ തുടങ്ങാം. പൊങ്കലിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കായം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് അതിൽ ചേർക്കേണ്ടതാണ്. ഈ ഒരു കപ്പിൽ ഞാനൊരു 1/2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പച്ച അരിയാണ് എടുക്കുക. ഞാൻ എൻ്റെ അടുത്തുള്ള അരി എടുത്തു. എൻ്റെ അടുത്ത് പൊന്നീരിയായിരുന്നു, ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, അത് കൊടുക്കും. ഇതിന് ഞാൻ 1/2 കപ്പ് ചെറുപയർ പരിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ ഈ കുക്കറിലിട്ടിട്ട് നന്നായി വാഷ് ചെയ്ത്, ഇനി ഇതിനിപ്പോൾ ഒരു കപ്പല്ലേ നമ്മൾ ടോട്ടൽ എടുത്തത്. അപ്പോൾ ഇതിന് 3.25 കപ്പ് വെള്ളം കൂടി ഇതിലൊഴിച്ച് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അരിയും ചെറുപയർ പരിപ്പും കൂടി 1 കപ്പാണ്. അപ്പോൾ ഞാൻ 3.25 വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്യാം. 3 വിസിൽ, ആദ്യത്തെ വിസിൽ നല്ല ഫുള്ളിലും, പിന്നെ 2 ഭയങ്കര സ്ലോയിലും ഇടണം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തുറക്കരുത്, അത് നിർബന്ധമാണ്. നമ്മൾ ആവിയൊക്കെ പോയി കുറേ കഴിഞ്ഞിട്ട് വേണം തുറക്കാൻ. ഇത് കാണിച്ചു കൊടുത്തോടാ, ഇത് കാണിച്ചു കൊടുത്തില്ല. അപ്പോൾ Wow, thank you. Very good, very super. ഉണ്ണി ഉണ്ടാക്കിയതാണ്. Thank you, Dachanotri. Nice.
ഡയറ്റിലിരിക്കുന്നവർ ഇപ്പം ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ, കാരണം നമുക്ക് നല്ല നെയ്യ് ആവശ്യമുണ്ട്. നെയ്യ് കുറച്ചിട്ടുണ്ടാക്കാം, പക്ഷെ ടേസ്റ്റ് നെയ്യോടെ ഉണ്ടാക്കുന്നതാണ്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊന്ന് പൊട്ടിയാൽ നമുക്ക് ഇഞ്ചി ഇടാം. ഇനി അണ്ടിപ്പരിപ്പും ചേർക്കാം. നമുക്ക് ഈ നെയ്യും കുറച്ച് എല്ലാം കുറച്ചിട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ ഇതുപോലെ കഴിക്കണം. ഇത് നമുക്ക് കഴിക്കാൻ വയ്ക്കാം. ഇത് കറിവേപ്പില നമ്മൾ ലാസ്റ്റ് നല്ലത് ഇടണം. കുറച്ച് കറിവേപ്പിലൊക്കെ ഒരു പ്രത്യേക വാസന. ആവി പറക്കുന്ന ഇതിലേക്കിടാം. അതിനുശേഷം നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതാ നമ്മുടെ അടിപൊളി പൊങ്കൽ റെഡി. പ്രജേട്ടനല്ല, അവളാണ് എനിക്ക് വീഡിയോ എടുത്തു തരിക എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ കരച്ചിൽ. ഉണ്ണി പൊങ്കൽ കഴിക്കാൻ പോവാണ് അല്ലേ ഉണ്ണി? രസമുണ്ടപ്പന കഴിച്ചോക്കടാ. ഞാൻ തന്നെ തരേണ്ടി വരും അല്ലേ? നല്ലതാ. ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് നല്ല തലപ്പാക്കട്ടി ബിരിയാണിയാണേ. പ്രജേട്ടൻ്റെ ഫേവറേറ്റ് തലപ്പാക്കട്ടി. ഉണ്ണിയുടെ അമ്മടി മക അമ്മ അരിയുണ്ട്, അച്ഛൻ്റെ ഫേവറേറ്റ്. ഓക്കെ, ഫ്രണ്ട്സിന് കൊണ്ടു കൊടുക്കണം. ഓക്കെ, അതിന് മേരാണ് ഇത് ഇഷ്ടം. മേരാൻ കഴിക്കുമോ? ഉണ്ണി ഇതിന് മുന്നേ കൊണ്ടു കൊടുത്താണോ? രാത്രി ഒരു 8 മണി 8:30 ആയപ്പോഴേക്കും ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ട് പ്രജേട്ടനെ ഞെട്ടിച്ചു കളഞ്ഞു. You're looking like a munna. That will work in homes. Special on birthday. Happy birthday. Your favorite cake, bro. Without party, your birthday day is going not possible, huh? No, I was like, I literally don't know. She didn't tell me. ഉണ്ണി കഴിക്കടാ. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരു ബഹളമായിരുന്നു. ഞാൻ ഫസ്റ്റേ പറഞ്ഞിരുന്നല്ലോ, കുറേ ഫുഡ് ഉണ്ടാക്കിയ പ്രജേട്ടൻ കണ്ടുപിടിക്കുന്നുള്ളതുകൊണ്ട് കുറച്ചാണ് ഉണ്ടാക്കിയത്. ഈ നൂഡിൽസൊക്കെ ഞാൻ പ്രജേട്ടൻ കാണാതെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇഡ്ഡലി, സാമ്പാർ, പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ തലപ്പാക്കട്ടി അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ. അവർ കേക്ക് കൊണ്ടുവരാമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാണ്ടിരുന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്. അങ്ങനെ കേക്കൊക്കെ ആയിട്ട് അവർ വന്നു. ഞങ്ങൾ കേക്ക് മുറിച്ച് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസം എന്നൊക്കെ പറയില്ലേ. I'm so scared to cut cake. Didi, what is this? We will. Okay. Oh my God. Sister's wife. Mera mota mudiya. ഉണ്ണി വാ, മേരാ. Mera. Happy birthday
Actually, you have to start from this nose. And you have to come back. Come, come, come. கையெல்லாம் கேக்கல கையை வச்சிருவாங்க. Actually, on her first birthday, itself, she started with me. Thank you. பிச்சு சொன்ன என்ன உனக்கெல்லாம் கேக் கிடையாது. உனக்கு கேக் கிடையாது. கேக் கிடையாது. நீங்க போ. Netflix side is ना. इकडू इधर आ. Only look here. पटतो. അങ്ങനെ വളരെയധികം സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. പ്രജേട്ടനെ സർപ്രൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.